നാമജപത്തെക്കുറിച്ചാണ് സംശയം. രാമരാമ എന്ന മന്ത്രം അല്ലെങ്കിൽ നമശിവായ എന്ന മന്ത്രം ജപിക്കുമ്പോൾ മനസ്സിൽ ഏത് രൂപമാണ് വരേണ്ടത്? ഏതാ വരണമെന്ന് വെച്ചാൽ അതിനെ പിടിച്ചു വെച്ചോളൂ. ഇന്നത് വരണമെന്ന് നിർബന്ധിച്ചിട്ട് കഷ്ടപ്പെടണ്ട. മനസ്സിലായില്ല? ഇന്നത് വരണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെടണ്ട. വരുന്ന രൂപത്തെ പ്രേമിച്ചോളൂ, അതിനെ പിടിച്ചു വെച്ചോളൂ. അതിൽ രാമനെ കണ്ടോളൂ, അതിൽ ശിവനെ കണ്ടോളൂ. ഇവയെല്ലാം ദേവതയുടെ മന്ത്രമാണോ? അതെ. രാമനാമമാണ്. അത് അഗ്നി ബീജയുക്തമായ മന്ത്രമാണ്. ശിവനാമം മംഗളഭാവത്തോട് കൂടിയതാണ്, മംഗളസ്വരൂപനായ ശിവൻ്റെതാണ്. അപ്പം അത് ദേവതയാണെന്നും പറയാം, ദേവതയ്ക്ക് ഉപരിയുള്ള സർവേശ്വരനാണെന്നും പറയാം. ഏത് ഭാവത്തിലാണോ നമ്മൾ കാണുന്നത് അതുപോലെയാണ്. ഈ നാമങ്ങളും ലളിതാ സഹസ്രനാമം പോലുള്ള നാമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലളിതാ സഹസ്രനാമം തുടങ്ങിയവ മാലാമന്ത്രങ്ങളാണ്. രാമനാമമോ നമശിവായ മന്ത്രമോ മാലാമന്ത്രമല്ല, മറിച്ച് ഒരു മന്ത്രമാണ്. അങ്ങനെയുള്ള അനേകം മന്ത്രങ്ങളെ എപ്രകാരമാണോ പുഷ്പങ്ങളെ ചേർത്ത് നമ്മൾ മാലയായി കെട്ടുന്നത്, അതുപോലെ മാലയായി ചേർത്ത് കോർത്തുണ്ടാക്കിയതാണ് മാലാമന്ത്രങ്ങൾ. അഷ്ടോത്തര ശതനാമമാണെങ്കിൽ അതിൽ 108 മന്ത്രങ്ങൾ ചേർത്ത് കോർത്തതാണ്. സഹസ്രനാമമാണെങ്കിൽ 1000 നാമങ്ങൾ ചേർത്തതാണ്. അങ്ങനെ അവ ഒരു മാലാമന്ത്രമായിട്ടാണ് തീരുക. ആ ഒരു മാലാമന്ത്രത്തിൽ 1000 മന്ത്രം ഉണ്ടാവും.